അനസ് റളിയല്ലാഹു അൻഹു 15 വയസ്സ് തികഞ്ഞ സമയമാണ്. സാധാരണ വരുന്ന വഴിയിലൂടെ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ അനസേ, ഇതുവഴിയുള്ള പ്രവേശനം ഇനിയില്ല, ഇതുവഴി വരൂ മോനെ. ഇസ്ലാമിന്റെ നിയമമാണ്. പ്രായപൂർത്തിയായി സ്ത്രീകളെ കാണുമ്പോൾ വൈകാരികമായ വിചാരങ്ങൾക്ക് സാധ്യതയുള്ള പ്രായമായാൽ പിന്നെ ആ കുട്ടികൾക്ക് സൂക്ഷിക്കേണ്ട ഒരകലമുണ്ട്, സേവകർക്ക് സൂക്ഷിക്കേണ്ട ഒരകലമുണ്ട്. ആ അകലമാണ് പഠിപ്പിക്കുന്നത്. സഹോദരാ, അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലയോ മോനെ അനസേ, ഇനി സാധാരണ വന്നതുപോലെ എപ്പോഴും എല്ലായ്പ്പോഴും പൊതുവഴിയിലൂടെ അകത്തേക്ക് കയറല്ലേ മോനെ. അനസ് റളിയല്ലാഹു അൻഹു അകൽച്ച സൂക്ഷിച്ചുകൊണ്ട് വീട്ടിൽ സേവനം ചെയ്യുന്നു. കുട്ടി വലുതായി. ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, ഗൾഫിൽ നിൽക്കുന്ന ഓരോരുത്തര് ഡ്രൈവർമാരെ ഏൽപ്പിച്ച് വണ്ടിയും കൊടുക്കുന്നു പോകും. ആദ്യം അവർ വണ്ടിയുടെ ഡ്രൈവറാവുക, പിന്നെ അവർ വീടിന്റെ ഡ്രൈവറാവുക, പിന്നെ അവർ ഭാര്യയുടെ ഡ്രൈവറാവുക. അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. അതുപോലെ എത്രയെത്ര പ്രവാസി കുടുംബത്തിലെ പെൺമക്കളാണ് ഡ്രൈവർമാരുടെ കൂടെ ജീവിതം പണയം വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഇസ്ലാം പാലിക്കാൻ പറഞ്ഞ നിയമങ്ങളെയും നിബന്ധനകളെയും കാറ്റിൽ പറത്തുമ്പോൾ സാമൂഹികമായ ദുരന്തങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദര, ഒരിക്കൽ കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പ്രധാനാധ്യാപകൻ പറയുകയാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിലെ എത്രയോ പെൺകുട്ടികളാണ് ദിവസേന കൊണ്ടാക്കുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ കൂടെ വഴികേടാണ്. ഇതുപോലെയുള്ള അവസരങ്ങൾ നൽകിയതാരാണ്? ഇസ്ലാം മറയ്ക്കാൻ പറഞ്ഞത് മറയ്ക്കുകയും നിയന്ത്രിക്കാൻ പറഞ്ഞത് നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ സാമൂഹിക ദുരന്തങ്ങളല്ലാതെ ക്ഷേമമില്ല. അതുകൊണ്ട് ഒരു മഹാന്റെ ജീവിതത്തിന്റെ ഇടവഴിയിലൂടെ എത്ര ജീവിതത്തിന്റെ നിയമങ്ങളാണ് നാം അറിയുന്നത്. ലോകത്തെ എല്ലാ നിയമങ്ങളും ആധികാരികമായി പറയാനുള്ള അവസാന വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കളയിലെ വർത്തമാനങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പങ്കുവെക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഈ വഴിയിലൂടെ വരാൻ പാടില്ല. അനസ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുകയാണ്. അതിന്റെ ഇടയിൽ ഒരു സദ്യയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പോറ്റുവാർത്തയാണ്. ഭാര്യയിലുണ്ടായ മോനെയാണ് നോക്കുന്നത്. അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മിസ്റ്റേക്കും അനസ് റളിയല്ലാഹു അൻഹു ചേർന്ന് കാണുന്നില്ല. വളരെ സ്നേഹത്തോടെയാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടു കൊടുക്കുന്ന എന്റെ മോനാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചരിത്രകാരന്മാരുടെ അധ്യായം എഴുതി, എളാപ്പമാര് ഭാര്യമാരിലുണ്ടായ മക്കളോട് സമീപിക്കേണ്ട രീതി, എളാമ്മമാര് ഭർത്താവിനുണ്ടായ മക്കളോട് സ്വീകരിക്കേണ്ട രീതി, ഇതെല്ലാം പറഞ്ഞു തരാനുള്ള ജീവിതമാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അറിയുന്നത്. ഒരു ദിവസം ഒരു ചെറിയ സദ്യ ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു, മോനെ അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്നിരിക്കുകയല്ലേ മോനെ, അതുകൊണ്ടൊന്ന് വിളിച്ചുകൊണ്ട് വായോ മോനെ, നമുക്കൊരു ചെറിയ ഭക്ഷണം കൊടുക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൊണ്ടങ്ങ് നടന്നു. ഫഅഖബൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅന്നാസ് ഫനദറ ഇലയ്യ ഫതഹയ്യതു. ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ എന്റെ കൂടെ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാ വൃന്ദം മുഴുവനും ഒരുമിച്ച് വരികയാണ്. ആകെ കുറഞ്ഞ് വിരലിലെണ്ണാവുന്ന ആളുകൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. പക്ഷേ നയിച്ചു കൊണ്ടുവരുന്നതാരാണ്? എല്ലാ അനുഗ്രഹത്തിന്റെയും വിതരണമായ നേതാവാണ് മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം, ശംഇ ബസ് മേ ഹിദായത്ത് പേ ലാഖോ സലാം.
शहरियारे इरम ताजुदारे हरम नौबारे शफाअत पे लाखों सलाम. കാരുണ്യത്തിന്റെ വിധാനമേ, നേർമാർഗത്തിന്റെ പ്രപഞ്ചമേ, തമസ്സിലാണ്ട് കിടന്ന ജനതയെ വെളിച്ചത്തിന്റെ അധികാരികളാക്കി മാറ്റിയ വിപ്ലവത്തിന്റെ തേജസ്സേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. അകത്തേക്ക് കടന്നിട്ട് അവിടുത്തെ ആദരണീയമായ കരം കൊണ്ട് സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു 10 ആളുകൾ വീതം കടക്കുക. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും കടന്നു. അവരെല്ലാവരും വയറു നിറയുന്നത് വരെ ഭക്ഷണം കഴിച്ചു. അന്ന് ആ സദ്യയുടെ മുഴുവനും കൺട്രോളർ ഞാനാണ്. അവസാനം എന്നെയും വിളിച്ച് അതിൽ ഊട്ടിത്തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളാണ്. ശമ്മലോലേക്കർ ആയാ हमारा नबी मुल्क कोनेन में अंबिया ताजदार ताजदारों का आका हमारा नबी सल्लल्लाहु अलैहि वआलिहि വസ്ഹബിഹി വസല്ലം. തങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിന്റെ ശോഭനമായ ചിത്രങ്ങളെ അറിയാതെ, മഹാന്മാരെ കുറിച്ച് പഠിക്കാതെ, ഏതോ ചില ജാടകളുടെയും ജോഡികളുടെയും പിന്നാലെ, നമ്മുടെ മക്കള് തട്ടത്തിൽ മറയത്തെന്ന് തെളിയുന്ന ചിത്രങ്ങളുടെ പിന്നാലെ, നമ്മുടെ പെൺമക്കള് കുടിയൊഴിയുന്ന കാലം വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ട സദ്യയാണ് അതിമാമീങ്ങളുടെ ജീവിതമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെയുണ്ട്. രാവിലും പകലിലും ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ചലനത്തിലും നിശ്ചലനത്തിലും അവിടുത്തെ മുന്നേറ്റത്തിലും സഞ്ചാരത്തിലും ഉദ്യാനത്തിലും സമാധാനത്തിലും എല്ലായ്പ്പോഴും ഞാൻ ഹബീബിന്റെ കൂടെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴോ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നടക്കാൻ ഇറങ്ങും. അപ്പൊ എന്റെ കൈയും പിടിച്ചിട്ടാണ് നടക്കുക. ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുമ്പോഴാണ് ഒരു ദിവസം തോളിൽ കിടന്ന തട്ടം ഒരു അറാബി വന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ പേര് വിളിച്ചിട്ട് ഒരൊറ്റ വലിയ വലിച്ചു. അവിടുത്തെ റോസാ പുഷ്പം പോലെയുള്ള ഭൂമേനിയിൽ വരവീണ് രക്തം പൊടിഞ്ഞ രംഗം എനിക്ക് മറക്കാൻ പറ്റൂല. മാരിയത്തുൽ ഖിബ്തിയ എന്ന മഹദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന മോൻ ജനിച്ചപ്പോ എന്നെയും കൂട്ടിയാണ് പോയത്. എന്നിട്ട് പറഞ്ഞു, എന്റെ മോനെ ഇബ്രാഹിം എന്ന് പേര് വെക്കുകയാണ്. അപ്പോഴും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ട്. കുറഞ്ഞ നാൾ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം എന്ന പൊന്നുമോൻ വഫാത്തായി പോയി. അപ്പോഴും ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. മടിത്തട്ടിൽ കിടന്നിട്ട് പെടപെട്ടമടിക്കുന്ന മോനുണ്ട്. അവസാന ശ്വാസം വലിക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ധാരയായി ഒലിക്കുന്ന നേരത്ത് ഞാൻ അവിടെയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന നേരത്ത് ഞാൻ അവിടെയുണ്ട്. അന്ന് ഖബറിൽ അടങ്ങിയത് എന്റെ എളാപ്പയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. ഇന്നലെ രാത്രിയിൽ ഭാര്യമാരുമായി വീടുകൂടാത്ത ആരാണെന്ന് ചോദിച്ചപ്പോ അന്ന് എന്റെ എളാപ്പയായ അബൂ തൽഹ എന്നവരുണ്ട്. മഹാനാണ് ഇറങ്ങിയത്. ആ ഖബറിലേക്ക് ജനാസ റെഡിയാക്കി കിടത്താൻ കൂടെ ഞാനുമുണ്ട്. ഇനി ബദറും ഉഹദും തുടങ്ങിയുള്ള എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായ ആ അധ്യായം ഞാൻ ഇന്ന് തുടങ്ങുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബദറിൽ പങ്കെടുത്തു? അപ്പൊ ചൂടായി. എന്ത് ചോദിക്കുന്നത്? ബദറിൽ പങ്കെടുക്കാതിരിക്കുക. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖൈമയിൽ ഖിദ്മത്തിനുണ്ടായില്ല. പടക്കളത്തിലേക്ക് യുദ്ധത്തിന് ഒരുങ്ങി വന്നില്ല എന്ന മാനദണ്ഡം കൊണ്ടായിരിക്കണം ബദരീങ്ങളിൽ എണ്ണാതിരുന്നതെന്ന് ചരിത്രകാരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ പോയതാണ്. കുട്ടിയായി അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയായി സേവനത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് പ്രത്യേകം എണ്ണയിൽ നിന്നേ ഉള്ളൂ. എന്നാലും ബദറിന് ഞാൻ സാക്ഷിയാണെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്.
ഇതുപോലെ ഓരോ സമയങ്ങളിലും ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. ആ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞ് സേവനം ചെയ്യുമ്പോ അവിടുന്ന് എനിക്ക് തരുന്ന ഒരു ആനന്ദമുണ്ട്, എനിക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. അതെന്തെന്നറിയുമോ? हर तरफ नूर की रोशनी छा गई, मुस्तफा क्या मिले जिंदगी मिल गई, ये हलीमा तेरी गोद में आ गए. ഓ ഹലീമ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന ഓമന മോനെ, ഹബീബിനെ കിട്ടിയവരാരാണ് പരാജിതരായത്? ആരും പരാജിതരില്ല. മുസ്തഫ ക്യാ മിലേ ജിന്ദഗി മിൽ ഗയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാപിക്കാൻ കഴിഞ്ഞോ? എന്നാൽ ജീവിതം കിട്ടിപ്പോയവരാണ്. ഹബീബിനെ ഇഷ്ടം വെച്ചവർ രക്ഷപ്പെട്ടു പോയവരാണ്. കാരണം എന്തേ? ചെഹറെ മുസ്തഫ ജബ് കെ ദേഖാ ഗയാ ചുപ് ഗയേ താരെ ഓർ ചാന്ദ് ശർമാ ഗയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമെത്തുമ്പോഴേക്ക് വാനലോകത്തെ ഗോളങ്ങൾ അത് ചിരിക്കാൻ ഒരുങ്ങുകയാണ്. ആ രീതിയിലുള്ള കമലത്തിന്റെയും കൽപ്പനയുടെയും കൈപ്പെരുമാറ്റങ്ങളുടെയും നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീനയിൽ നടന്ന് സേവനം ചെയ്യുമ്പോൾ ലോകത്തുള്ള ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ സ്വകാര്യതകൾ കൈകാര്യം ചെയ്തവരെ കുറിച്ച് ചരിത്രം പലതും പറയും. നെഹ്റുവിനെ കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ, ഗാന്ധിയുടെ ചരിത്രത്തിൽ എബ്രഹാം ലിങ്കണിനെ കുറിച്ച് എഴുതിയപ്പോൾ, അതുപോലെ ഒരുപാട് ലോകത്തറിയപ്പെട്ട വ്യക്തിത്വങ്ങളുടെ കൂട്ടുകാരായ ആളുകൾ, മണ്ടേലയുടെ കൂടെ നടന്നവർ ഒക്കെ സമീപകാലത്ത് എഴുതിയത് കുറിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിലെല്ലാം ഞാൻ പറയുന്നതിൽ തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്ന രീതി ലോക ചരിത്രം അറിയേണ്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു വിളിക്കും, മോനെ യാ ബുനൈ, മോനെ വരൂ മോനെ, യാ ഉനൈസ് യാ അനസ്, പൊന്നു മോനെ എന്നല്ലാതെ എടാ എന്ന രീതിയിലുള്ള ഒരു വിളി ഒരിക്കലും എന്റെ നേതാവ് വിളിച്ചിട്ടില്ല എന്നൊരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖാല ലീ ഫീഹാ ഉഫ്ഫിൻ, ഒരിക്കലും ഛേ എന്ന് പറഞ്ഞിട്ടില്ല. ബിഅസ മാ സനഅത എന്നോട് പറഞ്ഞിട്ടില്ല. 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു. ഫഖദംതുഹു ഫിസ്സഫരി വൽ ഹദർ വല്ലാഹി മാ ഖാല ലിശൈഇൻ സനഅതുഹു ലിമ സനഅത ഹാദാ ഹകദാ. എന്തേ മോനെ മോൻ ഇങ്ങനെ ഇത് ചെയ്തു കളഞ്ഞത് എന്നോട് ചോദിച്ചിട്ടില്ല. എന്തേ മോനെ മോൻ ഇങ്ങനെ ഇത് ചെയ്തു കളഞ്ഞത് എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ ലം അസ്നഉഹു, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ലിമ ലം തസ്നഅ ഹാദാ ഹകദാ, മോനെ ഇതെന്തേ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ഒരിക്കലും അസഅത, അത് മോശമായി പോയി മോനെ എന്നോട് പറഞ്ഞിട്ടില്ല. 10 കൊല്ലത്തെ ജീവിതത്തിന്റെ ക്ലാരിഫിക്കേഷനാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, രാവിലും പകലും യാത്രയിലും നാട്ടിലുള്ളപ്പോഴും എല്ലായ്പ്പോഴും സേവനം ചെയ്ത എന്നോട് ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോശമായ ഒരു പ്രയോഗവും നടത്തിയിട്ടില്ല, മോശമായ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. ലിമ ഫഅൽത ഹാദാ എന്നോട് ചോദിച്ചിട്ടില്ല. ഒരിക്കലും എന്നെ ചീത്ത വിളിച്ചിട്ടില്ല.
ഒരിക്കലും എന്നെ തഅഫീഫ് നടത്തിയിട്ടില്ല, അഥവാ ഉഫിൻ എന്ന പ്രയോഗം നടത്തിയിട്ടില്ല. ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല, എന്നെ ശപിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയാത്ത നേതാവാണ്. 10 കൊല്ലത്തെ സേവനത്തിനിടയിൽ കുട്ടിയായ 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 9 വയസ്സ് മുതൽ ഹബീബിന്റെ കൂടെ ഉണ്ടായ എനിക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല സ്വഭാവമല്ലാതെ പറയാനില്ല. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് അവതരിപ്പിക്കുമ്പോൾ ഹബീബിന്റെ ചരിത്രമാണോ അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രമാണോ, രണ്ടും വേർതിരിക്കാൻ കഴിയില്ല. രണ്ടും ഒന്നുപോലെ ലയിച്ചു കിടക്കുകയാണ്. അനസ് റളിയല്ലാഹുവിന്റെ മഹാത്മ്യങ്ങൾ പറയുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനകളും സ്വകാര്യതകളും വായിക്കുകയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എങ്ങനെ സേവനം ചെയ്യുമ്പോ എന്നെ വഴക്കു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്നെ ബഹുമാനിക്കാറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ വിളിക്കും, യാ അബാ ഹംസ, ഓ അബൂ ഹംസ എന്ന് വിളിക്കും എന്നെ. എനിക്ക് മക്കളുണ്ടായതുകൊണ്ട് മക്കളുടെ പേര് ചേർത്ത് വിളിച്ചതല്ല, അങ്ങനെ അറബികളുടെ ഇടയിൽ ആദരസൂചകമായി വിളിക്കുന്ന മാനദണ്ഡത്തിൽ എന്നെ വിളിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോഴൊക്കെ തമാശ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ തമാശ പറയും എന്നോട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശയിൽ ഒരിക്കലും കളവുണ്ടാവില്ല, വൃത്തികെട്ട വർത്തമാനങ്ങൾ ഉണ്ടാവില്ല. ഒരിക്കൽ എന്നെ വിളിച്ചു, യാ ദൽ ഉദ്നൈൻ, 2 ചെവിയുള്ള മോനെ വിളിച്ച വിളി ഒരു തമാശയ്ക്ക് വേണ്ടി വിളിച്ചതാണ്, പക്ഷെ അതിൽ കളവില്ല. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു എന്ന് ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോ, യാ ബുനയ്യ എന്ന് വിളിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പം ഇരുത്തിയിട്ട് എനിക്ക് ഭക്ഷണം തരികയാണ്. മാത്രമല്ല, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ഒരു ചർച്ച നടക്കേണ്ട സമയത്ത്, മോനെ അനസേ, അനസിന്റെ വീട്ടിൽ വെച്ചാകാം എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വെച്ച് നയതന്ത്രപ്രധാനമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ ഹബീബിന്റെ ഒരു കൊച്ചു സേവകനായിരിക്കെ എന്റെ വീട്ടിലേക്ക് വന്നൊരു പാർലമെന്റിന് സമാനമായ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എപ്പോഴും എനിക്ക് ദുആ ചെയ്തു തരും, എപ്പോഴും എനിക്ക് ദുആ ചെയ്തു തരുന്ന നേതാവാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മയ്ക്ക് വേണ്ടിയും എനിക്ക് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. ഫമാ തറക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല ആഖിറത്തിലെ ഒരു നന്മയും, വലാ ദുനിയാവിലെ ഒരു നന്മയും ഇല്ലാ ദഅലി ബിഹി, എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടല്ലാതെ. ഫദഅലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثلاث دعوات فقد رأيت منها 2 وأنا أرجو الثالثة في الآخرة. എനിക്ക് വേണ്ടി 3 ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായത് ചെയ്തു തന്നിട്ടുണ്ട്. 2 ഈ ലോകത്ത് വെച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള 1 ആഖിറത്തിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഈ രീതിയിൽ പറഞ്ഞ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ് റഅയ്തു മിൻഹാ 2 വഅനാ അർജു الثالثة في الآخرة. 3ാമത്തത് ആഖിറത്തിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. ആ നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി സേവനം ചെയ്തു തന്നു, എന്നെ ആദരിച്ചു, എന്നെ ബഹുമാനിച്ചു. എനിക്ക് ഹബീബിനെ പിരിയാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ദുആ ചെയ്ത ഒരു ദുആ എന്താണ്? അല്ലാഹുവേ, അനസ് ബിൻ മാലിക്കിന്റെ സമ്പാദ്യത്തിൽ ബറക്കത്ത് ചെയ്യണമെന്നാണ്.
ഞാൻ ബസറയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ബസറയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എന്റെ തോട്ടത്തിൽ മാത്രമാണ് വർഷത്തിൽ 2 പ്രാവശ്യം വിളവെടുക്കാൻ പറ്റുന്നത്. വേറെ ആർക്കും അത് കിട്ടിയിട്ടില്ല. എന്റെ തോട്ടത്തിൽ ഒരു റൈഹാൻ ചെടിയുണ്ട്. ഇമാം തുർമുദി രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിലും എഴുതുന്നുണ്ട്, എന്റെ തോട്ടത്തിൽ ഒരു റൈഹാൻ ചെടിയുണ്ട്. നല്ല കസ്തൂരിയുടെ ഗന്ധമുള്ള അമൂല്യമായ സാധനമായി അത് വളരുകയാണ്. ബസറയിൽ എത്രയെത്ര കൊട്ടാരങ്ങളാണ് അനസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. അത്ര വലിയ സമ്പത്തിന്റെ ഉടമയായി മാറി. അബൂ ഗാലിബ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിന്റെ അതാ ജനാസ നിസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ വന്നപ്പോ വളരെ പ്രൗഢിയുള്ള വേഷത്തിൽ, നല്ല പ്രൗഢിയുള്ള തലപ്പാവും ധരിച്ച്, ആ നാട്ടിലെ ഭരണാധികാരിക്ക് സമാനമായ വേഷം ധരിച്ചുകൊണ്ട് ഒരാൾ ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. അവസാനം ജനാസ നിസ്കരിക്കാൻ നേരം എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തെ നിർത്താൻ. അബൂ ഗാലിബ് അൽ-ലൈസി പറയാണ്, ഞാൻ ചോദിച്ചു, ആ ഇമാമത്ത് നിൽക്കുന്നതാരാണ്? രാജാവിന്റെ പ്രൗഢിയുള്ള വേഷമുണ്ടല്ലോ, കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാണല്ലോ, ആ തട്ടമൊക്കെ ഇട്ട് തലപ്പാവും വെച്ച് വന്നതാരാണ്? ഹാദാ ഖാദിമു റസൂലില്ലാഹ് അസ്സഹാബിയുൽ ജലീൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്ക് ജനങ്ങളെല്ലാം ഓടിയെടുത്ത് കയ്യിൽ മുത്തി ബറക്കത്തെടുക്കാൻ തുടങ്ങി. അന്ന് പ്രൗഢിയുള്ള വേഷം ധരിച്ച് ഗംഭീരമായി വന്ന നേതാവാണ് അനസ് റളിയല്ലാഹു അൻഹു. കൊട്ടാരങ്ങൾ അതാ നിരന്ന ബസറയിലാണ്. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി, ഞാൻ അനുഭവിച്ചതാണെന്ന് അനസ് റളിയല്ലാഹു അൻഹു. പിന്നെയോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൾ ഉമൈന എന്നാണ് പേര്. ഉമൈന എന്ന മൂത്ത മകള് പറയാണ്, അല്ല, എന്റെ വാപ്പയുടെ മുതുകിൽ നിന്ന് പിറന്ന 98 മക്കളുടെ ജനാസ ഹജ്ജാജ് ബിൻ യൂസഫ് ബസറയിലേക്ക് വരുന്ന കാലയളവ് വരെ എന്റെ വാപ്പയിൽ നിന്ന് നേരിട്ട് ജനിച്ച 98 മക്കളെ ഖബറടക്കിയിട്ടുണ്ട്. വേറെ ഒരു നിവേദനത്തിൽ 102 മക്കൾ എന്ന് കാണാം. 100 ചില്ലാനും മക്കൾ അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകി. വബാരിക് ലഹു, അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ ദുആ ചെയ്തു കൊടുത്തതാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം വ്യത്യസ്ത നിവേദനങ്ങളെല്ലാം ബാബു ദുആഇ അനസ് എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. മുതഅല്ലിമീങ്ങളെ, അവിടെ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എണ്ണി പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല സന്താനങ്ങളെ നൽകി, സമ്പാദ്യങ്ങളെ നൽകി. 100 ചില്ലാനം വയസ്സ് വരെ ജീവിച്ചു. പ്രമുഖമായ നിവേദനത്തിൽ 98 വയസ്സ് വരെ ജീവിച്ചു, 100 വയസ്സ് വരെ ജീവിച്ചു. എന്റെ വായനയിൽ എനിക്ക് ലഭിച്ചത് അതിലേറ്റവും പ്രബലമായി 98 വയസ്സ് വരെ അനസ് റളിയല്ലാഹു അൻഹു ജീവിക്കുമ്പോ 100 ചില്ലാനം മക്കളുടെ വാപ്പയായി, വലിയ വലിയ കൊട്ടാരങ്ങളുടെ ഉടമയായി, വലിയ വലിയ സമ്പാദ്യങ്ങളുടെ ആളായി അനസ് റളിയല്ലാഹു അൻഹു മാറുന്നു. പക്ഷേ ദുനിയാവ് മഹാനവറുകളുടെ കൽബിൽ പിടിച്ചിട്ടില്ല. ഓരോ തവണയും ഭക്ഷണം കൊണ്ടുവെക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, ഞാനിന്ന് നല്ല ഭക്ഷണത്തിന്റെ മുമ്പിലാണ്. എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയമുള്ള ഒരു റൊട്ടി കഴിച്ചിട്ടില്ലല്ലോ. പരിക്കൻ റൊട്ടിയല്ലാതെ ഹബീബിന് കിട്ടിയിട്ടില്ലല്ലോ. വലാ ലഹ്മൻ മസ്മൂത്താ,
ചൂടുവെള്ളത്തിൽ രോമം കളഞ്ഞിട്ട് ചുട്ടെടുത്ത് പാകപ്പെടുത്തിയ നല്ല നിലക്ക് പാചകം ചെയ്ത ഒരിറച്ചിയും ഹബീബ് കഴിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അതും കിട്ടിയിട്ടില്ല. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ വിനയത്തോടെ ജീവിച്ച നേതാവാണ് എന്റെ ഈ മുമ്പിലുള്ളതല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആയാണ്. ആരാണ് പറയുന്നത്? ഖാദിമു വസാഹിബു റസൂലില്ലാഹ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ഞാൻ എവിടെ നിന്നോട്ട് പറയാനാണ് എനിക്കറിയില്ല. കാരണം ഇതൊരു പരന്ന ചരിത്രമാണ്. എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി. ഈ 3 ദിവസവും അനസ് റളിയല്ലാഹു അൻഹുവിനെ പറയാമായിരുന്നു, അല്ലെങ്കിൽ നഫീസത്തുൽ മിസ്രിയെ പറയാമായിരുന്നു. അല്ലാഹുവേ, അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമിൽ നീ വർദ്ധനവ് നൽകണേ റഹ്മാനേ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനം ചെയ്യാൻ ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾക്ക് നൽകണേ മന്നാനേ. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, ഞാൻ വായിക്കുന്നതിന്റെ എല്ലാ ക്രമവും എനിക്ക് മാറിപ്പോയി. കാരണം ഇതൊരു വലിയ ലോകമാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന് എല്ലായ്പ്പോഴും കൂടെയുണ്ട്. പക്ഷേ അവസാനം വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഹബീബിനെ കണ്ട രംഗമെങ്ങനെ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, പാവം കുട്ടിയായ ഞാനുണ്ട്. 20 വയസ്സായിട്ടുണ്ട്. കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ് ഞാൻ. അടുത്ത് ചെന്ന് ഇങ്ങനെ നോക്കുമ്പോ നല്ല മനോഹരമായ ഒരു കടലാസിന്റെ വെണ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കിടക്കുന്നുണ്ട്. വഫാത്തിന്റെ രംഗം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴും ഞാനുണ്ട്. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് ഞാൻ എവിടെയുണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന എന്റെ എളാപ്പ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഖബറിൽ കിടത്താൻ ഇറങ്ങിയ ഒരാളാണ്. ഞാനും ഒരു സഹായിയാണ്. ആ സഹായിയായി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. അവസാനം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മാ ദഫന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വറജഅനാ. ഞങ്ങൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം ഖബറു ശരീഫിൽ കിടത്തിയിട്ട് മടങ്ങി പോകുന്ന നേരത്ത് അതാ ഫാത്തിമ മോള് വിളിക്കുന്നു. ഫാത്തിമ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നു, യാ അനസ്, ഓ അനസേ, അതാബത് നുഫൂസുകും അൻ ദഫൻതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്തുറാബി വറജഅതും. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ കിടത്തിയിട്ട് അതിന്റെ മേലെ മൂടുകൾ വെച്ചിട്ട് മണ്ണിടാൻ എങ്ങനെ കഴിഞ്ഞു മോനെ അനസേ? അനസ് റളിയല്ലാഹു അൻഹു ഒറ്റ നിലവിളിയാണ്. ഈ ചോദ്യം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സഫതി മിനൽ ഉലൂവതി വൽ കാഫൂരി മംബൂദി. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇത്രയും വേദനാജനകമായ ഒരു ദിവസത്തെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. ഇത്ര പ്രയാസമുള്ള ഒരു ദിവസത്തെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖബറിൽ അവിടുത്തെ തിരുശരീരം ഇറക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട്. പിന്നെ എങ്ങനെ എനിക്ക് ജീവിക്കാനാണ്? ഇനി അനസ് റളിയല്ലാഹു അൻഹു എത്ര കാലം പറയാനുണ്ടെന്ന് നമുക്കറിയോ?
തൽക്കാലം ഞാൻ ആ ചരിത്രത്തിന്റെ തുടർച്ചയിലേക്ക് പോകുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ വേദന അടക്കാൻ കഴിയുന്നില്ല, സമാധാനിക്കാനുള്ള വകുപ്പില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ ചോദിക്കുന്നു, അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാവും പകലും മുഴുവനും യാത്ര ചെയ്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകരായിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഹബീബ് യാത്രയായപ്പോൾ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹുവിനുള്ള മറുപടികൾ പലതാണ്. കാരണം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് കരുതി വെച്ചിട്ടുണ്ട്. ബറക്കത്തിനു വേണ്ടി ഉമ്മു സുലൈം എന്നവർ കരുതിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് കയ്യിലുണ്ട്. അവിടുത്തെ ശരീരത്തിന്റെ സാമീപ്യം അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോമങ്ങൾ അഥവാ വിശുദ്ധ കേശങ്ങൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ട്. മഹാനവറുകൾ പറയാണ്, അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ, ലോകമാകമാനം കിട്ടുന്നതിനേക്കാളും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും എനിക്ക് അമൂല്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷഅർ മുബാറക് എന്റെ കയ്യിലുണ്ടാകലാണ്. അപ്പൊ ഹബീബായ നബി തങ്ങളുടെ വിയർപ്പ് എന്റെ കയ്യിലുണ്ട്, അവിടുത്തെ തിരുകേശങ്ങൾ എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഒരു തോൽപാത്രം എന്റെ കയ്യിലുണ്ട്. അതിടക്കിടക്ക് എടുത്തിട്ട് പറയും, മുഹമ്മദ് ബിൻ സീരീൻ പറയുകയാണ്, സീരീൻ എന്നവരും പറയുകയാണ്, ഇടക്കിടക്ക് അനസ് റളിയല്ലാഹു അൻഹു ഈ പാത്രം എടുത്തിട്ട് പറയും, ഇത്ര തവണ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഇതിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്, ഇത്ര തവണ ഇതിൽ നിന്ന് ഹബീബ് കുടിച്ചിട്ടുണ്ട്, അതിൽ വെള്ളമൊഴിച്ചിട്ട് ബറക്കത്തിന് കുടിക്കുന്നു, അതിൽ വെള്ളമൊഴിച്ചിട്ട് ബറക്കത്തിന് കൊടുക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണ്. ഉമ്മയായ ഉമ്മു സുലൈം അതിന്റെ നേതാവാണ്. അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹുദൈബിയ്യയുടെ ദിവസത്തിൽ ഒരു ഭാഗത്തെ മുഴുവനും കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയ മഹാനാണ്. ആ മാതാപിതാക്കളുടെ മകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ട് വിശുദ്ധ കേശങ്ങൾ. മാത്രമല്ല ഒരിക്കൽ അവിടുത്തെ തോൽപാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുണ്ടമർത്തി കുടിച്ച സ്ഥലത്ത് സ്വർണമോ വെള്ളിയോ പൂശാൻ ഉദ്ദേശിച്ചപ്പോൾ സീരീൻ എന്നവർ പറയുകയാണ്, അല്ലയോ അനസേ, അങ്ങനെ ചെയ്യല്ലേ മോനെ അനസേ, ഹബീബായ തങ്ങൾ അവിടുത്തെ തിരുചുണ്ടുകൾ തട്ടിയ സ്ഥലം കവർ ചെയ്തു പോകുമല്ലോ, അതുകൊണ്ട് വേണ്ട. വീണ്ടും ഞാൻ ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു ചെറിയ വടി എന്റെ കയ്യിലുണ്ട്, അതും പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് കയ്യിലുണ്ട്, അതും താങ്ങി നടക്കുകയാണ്. അതെല്ലാത്തിനും പുറമേ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇത്രകാലം ഇടപിരിയാതെ നടന്ന അനസേ, നിങ്ങൾക്ക് എന്റെ ഹബീബ് വഫാത്തായപ്പോ ഒരു വേദനയുമില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ മുഖത്തൊരാനന്ദമുണ്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറിയുമോ സഹോദരങ്ങളെ, എല്ലാ രാത്രിയിലും ഞാൻ എന്റെ ഹബീബിനെ കാണാറുണ്ട്. महब्बत दिलों में बसाने को आए
मोहब्बत दिलों में जगाने को आए, वो रोते हुए को मनाने को आए, वो बिगड़े हवों को मिलाने को आए. എന്റെ പ്രണയതന്ത്രികൾ ഹബീബിനോട് ലയിച്ചു കിടക്കുകയാണ്. എല്ലാ രാത്രിയിലും എന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ രാത്രിയിലും കണ്ടെന്റെ സങ്കടം പറയുന്ന എനിക്ക് എന്റെ ഹബീബ് എന്നിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ നീണ്ട ജീവിതത്തിന്റെ അധ്യായങ്ങളെ ചുരുക്കി അവസാനിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോഴും ചാരത്തു നിന്ന് കൂടെ നിന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇല്ലാ വഅന അറാ ഫീഹാ ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅനസ് യഖൂലു ദാലിക വതദ്മഉ ഐനാ. അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇമ മുഴുവനും ഈറനണിഞ്ഞ് നിലത്തോട്ടൊലിക്കുമ്പോ ഫഹനീഅൻ ലക യാ അബാ ഹംസ ലം യഗ്ബ് അൻക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓ അനസ് തങ്ങളെ, നിങ്ങളോട് ഹബീബ് മറയൂല. ഈമാനുള്ള എന്റെ സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അറിഞ്ഞ് നമ്മുടെ മക്കളെ അതിനനുസരിച്ച് പാകപ്പെടുത്താനുള്ള ഒരു പ്രചോദനമുണ്ടാകണം. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ച് ആത്മീയതയുടെ അടിക്കല്ലുകൾ തകർത്ത് ഭൗതികതയുടെ ഭ്രാന്തിലേക്ക് പോയി താൽക്കാലികതയുടെ വിലാസത്തിന് വേണ്ടി ആത്മീയതയുടെ അസ്ഥിശിലകളെ വലിച്ചെറിയുന്ന പുതിയ രക്ഷിതാക്കളെ, മക്കളെ എങ്ങനെ വളർത്തണമെന്ന മദീനയിൽ നിന്ന് പകർന്നു തരുന്ന ഒരു പാഠമുണ്ട്. സന്താനങ്ങളെ എങ്ങനെ പരിലാളിക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ അധ്യായത്തിലേക്കൊന്ന് ലയിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ രാജകീയമായ ജീവിതം, ബസറയിലെ സഞ്ചാരം, ആ ബസറയിൽ അവസാനം ലോകത്തോട് വിട പറയാനൊരുങ്ങുമ്പോ മുഹമ്മദ് ബിൻ സീരീൻ ജനാസ നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അന്ന് ജയിലിലാണ്. പ്രത്യേക അനുമതിയോടെ മുഹമ്മദ് ബിൻ സീരീൻ കൊണ്ടുവന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിന് തയ്യാറാകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ആ അനസ് റളിയല്ലാഹു അൻഹു ജീവിതാവസാനത്തിന് മുമ്പ് പറയുന്ന ഒന്ന് രണ്ട് വർത്തമാനമുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പകർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച നിസ്കാരം, അതേ സാവധാനത്തിൽ നിസ്കരിക്കുക, അവിടുന്ന് പഠിച്ച മസലകൾ, അവിടുന്ന് പഠിച്ച പെരുമാറ്റ രീതികൾ, വലിയൊരു അധ്യായം ഈ ചരിത്രത്തിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പകർത്തുന്ന രീതികൾ, സുന്നത്ത് നിസ്കാരത്തിന്റെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഓരോന്നും പകർന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മുഴുവനും കാരുണ്യത്തിന്റെ പ്രാർത്ഥനയ്ക്കും അവരുടെ അനുഗ്രഹത്തിനും വിധേയനായ മഹാനായ സ്വഹാബി. എന്തെല്ലാം പറഞ്ഞാലാവും അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അതുകൊണ്ട് ഇതൊരു പഠനമല്ല, ഇതൊരു പഠനത്തിലേക്കുള്ള ഉണർച്ചയാണ്, ഒരു ഉണർത്തലാണ്. നമുക്ക് പഠിക്കാനും വായിക്കാനുമുള്ള ഒരധ്യായത്തിലേക്കുള്ള ആരംഭമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കണം. അവിടുത്തെ നിവേദനങ്ങൾ, അവിടുത്തെ കർമ്മശാസ്ത്ര കുശലത, അവിടുത്തെ ഹദീസ് നിവേദനത്തിന്റെ കൻസത,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തരുമ്പോഴുള്ള ഭാവങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തതിന് ഫലമായി കിട്ടിയ അനുഗ്രഹത്തിന്റെ പടങ്ങൾ എല്ലാം അറിയുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുകേശം എൻ്റെ കയ്യിലുണ്ട്, അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചു തരണേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാവിന്റെ അടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുകേശം വെച്ചു തരണേ. അവിടുന്ന് തന്ന ചെറിയൊരു വഴിയുണ്ട്, അതെന്നെ മാറനോട് ചേർന്ന സ്ഥലത്ത് കഫൻ പുടവയ്ക്കുള്ളിൽ വെക്കണേ. ഇതെല്ലാം പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ബസറയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം അവിടെയുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ ഹബീബിന്റെ ഒരു ഭാഗം അവിടെയുണ്ട്. ആ ഖബറിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കുണ്ട്, അവിടുന്ന് കൊടുത്ത ചെറിയ വഴിയുണ്ട്, അത് മാറത്തോട് ചേർത്ത് വെച്ച് അനസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് അന ഖുവൈലിമുക ഉനൈസ്, അന ഖുവൈലിമുക ഉനൈസ്, അന ഖുവൈലിമുക ഉനൈസ്. ഓ നബിയേ, ഞാൻ അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ, അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ, അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി ചെല്ലുമെന്ന് പറയുമ്പോ, എന്റെ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, ഇത് വെള്ളിയാഴ്ച രാവ് ശഅബാൻ മാസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലയിച്ചു ചേർന്ന് കിടന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കാണാൻ സാധുക്കളായ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കി, ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചെന്നാൽ എനിക്ക് എവിടെയാണ് സ്ഥാനം, നമുക്ക് എവിടെയാണ് സ്ഥാനം? സുജീയ കൊല്ലത്തവരുടെ അടുത്ത് നിന്ന് മാറിത്തരൂല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പ് ഞാനൊന്ന് വിരിച്ചു കൊടുത്തോട്ടെ, അനസ് റളിയല്ലാഹു അൻഹു മാറിത്തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വെള്ളം ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു മാറിത്തരുമോ? ആ സംഭവത്തിന് അനസ് റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. ചരിത്രം പറയുന്നുണ്ട്, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു മാറിത്തരൂല. ഹബീബായ
ഹബീബായ നബി തങ്ങളെ കാണാൻ വന്നവരെ ഞാനൊന്ന് വിളിച്ചോട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു മാറിത്തരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെക്യൂരിറ്റിമാരെ പോലെ അവരുടെ കൂട്ടത്തിൽ ഞാനൊന്ന് നിന്നോട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു മാറിത്തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചൊല്ലിക്കോട്ടെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ മാറിത്തരുമോ? ബറാഅ ഇബ്നു മാലിക് തങ്ങൾ മാറിത്തരുമോ? ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിസ്വാക്ക് ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ. ഇല്ല ഇല്ല, ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരുമോ? ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും ഒരർഹതയുമില്ല. അഹ്ലുബൈത്ത് മക്കളാണെന്ന് പറഞ്ഞു ഓടിച്ചെല്ലുമ്പോൾ പേരമക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ പേരക്കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ സാദാത്തുക്കൾ ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ കാൽക്കൽ തൂങ്ങിയെങ്കിലും ഞങ്ങൾക്കൊന്നവിടെ എത്താൻ ആശയുണ്ട് റബ്ബേ. ഞങ്ങളെ കൈവിട്ടുകളയല്ലേ റഹ്മാനേ. കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണം റഹ്മാനേ. ജീവിതാവസാനം വരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ലൈലായുള്ള സ്വത്ത് അഹ്ലുബൈത്തിനോടുള്ള മഹബ്ബത്താൽ ഇമാമുന ശാഫഈ തങ്ങൾ മിനായിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുപോലെ മിനയിൽ നിന്ന് എല്ലാവരും തസ്ബീഹും തക്ബീറും ചൊല്ലുമ്പോൾ മഹാനായ ഇമാമുന ശാഫഈ തങ്ങൾ വിളിച്ചത് അഹ്ലുബൈത്തിനെയാണെന്ന് ഇമാം സുബ്ഹൂദി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തിനെ ഇഷ്ടം വെച്ച് അവരോട് ചേർന്ന് നാളെ ഹബീബിലേക്ക് ചേരാൻ ഈ മജ്ലിസ് ഞങ്ങൾക്കൊരു കാരണമാക്കണേ റഹ്മാനേ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷിയായി എണ്ണി പറഞ്ഞാൽ ഇവിടെ തീരൂല. അതിലൊരു രംഗമാണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയേ ഖിയാമത്ത് നാള്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണ്? എന്താ മോനെ ഒരുക്കി വെച്ചത്? ഖിയാമത്ത് നാള് നാളെ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിപ്പോകാനല്ല. നിന്റെ അജണ്ട ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അറിയലല്ല, എപ്പോഴായാലും രക്ഷപ്പെടാൻ എന്തുണ്ടെന്ന് ചിന്തിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരുത്തിയതല്ലേ? അവിടെ വിശദമായി ഞാൻ കടക്കുകയല്ല. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തോട് പറഞ്ഞ മറുപടി, എന്റെ കയ്യിൽ വലിയ നിസ്കാരവും നോമ്പൊന്നുമില്ല. അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നല്ലാതെ അതിന്റെ ഭാഗമായി അഹ്ലുബൈത്തിനെ ഇഷ്ടം വെക്കുന്നു എന്നല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവേ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമു നൽകണേ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബിലേക്ക് മഹബ്ബത്ത് നൽകണേ അല്ലാഹ്.
റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സ്വലാത്ത് നഗറും ഇവിടുത്തെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന പ്രസ്ഥാനങ്ങളും സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളും എല്ലാം ഹബീബിന് മഹബ്ബത്തുള്ളതാക്കണേ അല്ലാഹ്. ആഖിറത്തിൽ ഹബീബിന്റെ മുമ്പിൽ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ദീനിന് ഞങ്ങൾ ചെയ്ത ചെറിയ ഖിദ്മത്ത് എന്ന നിലക്ക് മഖബൂലായ നിലക്ക് മുമ്പിൽ വെക്കാൻ മർക്കസും മഅദിനും മജ്മഉകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ മജ്ലിസ് മദീനയിലേക്ക് സമർപ്പിക്കാനാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കാണിക്കയായി വെക്കാനാണ്. ഞാനിതൊന്നും പറയാൻ അർഹതയുള്ള ആളല്ല, ഞാനൊരു ചെറിയ മുതഅല്ലിമാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ മധുഹ് ഈ നിമിഷം നീ മരിച്ചാൽ നിനക്ക് റസൂലുള്ളാഹിനെ കണ്ട് മരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും പരാതിയില്ല റഹ്മാനേ. എന്നാലും ഞങ്ങൾക്ക് അവിടുത്തെ നോട്ടം തടസ്സപ്പെടുത്തിക്കളയുന്നത് റഹ്മാനേ. ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവിടുത്തേക്ക് ചേരാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ നമ്മുടെ മജ്ലിസുകളിൽ കേട്ട പങ്കെടുത്ത സീഡികൾ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സന്തോഷങ്ങൾ അറിയിച്ചു വരുന്നു. അവർക്കും ഞങ്ങൾക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്വാസം നൽകണം റഹ്മാനേ. അല്പം ഞാൻ വീട്ടിൽ സംസാരിച്ചു പോകുന്നത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.